ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിതാ രാവിലെ എണീറ്റ് രാവിലത്തെ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പുമാവാണ്. അതെന്ത് ഉപ്പുമാവ് എന്ന് ചോദിച്ചാൽ റവ കൊണ്ടാണ് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കി പരീക്ഷിച്ച് കഴിഞ്ഞതാണ്, എങ്കിലും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിതാ അതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. എന്താ പറയുക, സവാള വേണം, ക്യാരറ്റ്, പിന്നെ ഇഞ്ചി വേണം, പച്ചമുളക്, കൂടാതെ എന്തോ ഒരു സാധനം മിസ്സിങ് ആണല്ലോ. പിന്നെ കറിവേപ്പില ഇടാൻ ഞാൻ മറന്നു പോയതാണ് കേട്ടോ ഗൈസ്, അത് ഫസ്റ്റിലേ ഞാൻ പറയാം. അപ്പോൾ നമ്മളിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. അത് നമ്മൾ ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ വെച്ചു, കടുക് ഇട്ടു, അത് കഴിഞ്ഞ് സവാള ഇട്ടു, ഇഞ്ചി പച്ചമുളക് ഇട്ടു, ഇപ്പോൾ ഇതാ ബീൻസ് ഇട്ടു, അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും കൂടെ ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊന്ന് വഴറ്റിയെടുക്കണം. നിങ്ങളൊക്കെ എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അധികം സബ്സ്ക്രൈബേഴ്സൊന്നും ആയിട്ടില്ല, എങ്കിലും സബ്സ്ക്രൈബ് ചെയ്തവർ, ഇനി ചെയ്യാനുള്ളവരും ഇനി ചെയ്യുന്നവരും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴഞ്ഞ ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചു. ഇതിപ്പോൾ നമ്മൾ ഒരു കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ എടുക്കുക. അപ്പോൾ അതാ ഞാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ റവ ഇടാവും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഉപ്പ് ഇടണം കേട്ടോ. ഈ വെള്ളത്തിൽ ഉപ്പിട്ടെങ്കിലേ നമുക്ക് പാകത്തിന് ഉപ്പാകത്തുള്ളൂ. അപ്പം അത് കഴിഞ്ഞിട്ടും ജസ്റ്റ് തിളച്ചതിന് ശേഷം നമ്മൾ ആ റവ നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടുണ്ട്. ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് നന്നായിട്ട് വേവിക്കുക. അതിനുശേഷം നമ്മളിതാ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി പൊടിയായിട്ട് എടുക്കണം. ഉപ്പുമാവും പഴവും റെഡി. അപ്പോൾ ബൈ.